Today I heard that the daughter of the former chief minister, the Congress chief minister of Kerala, has gone and joined the BJP. Padmaja boy. They know everything. Oh, you know. ഇപ്പോൾ കണ്ട ഈ പരിഭാഷയില്ലേ, ഒറ്റ വാക്കിൽ പറഞ്ഞ് പ്രാസംഗികനെ ചിരിപ്പിക്കുകയും പ്രേക്ഷകരുടെ കയ്യടി നേടുകയും ചെയ്ത വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് KP സജിനാഥ്, ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. വലിയൊരു കയ്യടിയും അതുപോലെ തന്നെ വലിയ വൈറലാകുകയും ചെയ്ത ഒരു പ്രസംഗം പരിഭാഷപ്പെടുത്തി. എന്ത് തോന്നുന്നു? വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതൊരു കേവലം അത് എൻ്റെ ഒരു പ്രസംഗം, അത് വൃന്ദാക്കാരുടെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിഭാഷയോ അല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതകൾ കൃത്യതയോടുകൂടി വിളിച്ചോതുന്ന പ്രസംഗമായിരുന്നു അത്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ അതിനെ പരിഭാഷപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പ്രത്യേകതയും തോന്നി. അതിൻ്റെ ഒരു അംഗീകാരം, വലിയ നിലയിലുള്ള അംഗീകാരവും ചർച്ചയും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു വൃന്ദാക്കാരാട്ട് അപ്പോൾ പറഞ്ഞത്. വലിയ തോതിൽ വലിയൊരു കാര്യം പറഞ്ഞിരുന്നു. ഒറ്റ സെൻറ്റൻസിൽ മലയാള പരിഭാഷ. അപ്പോൾ തന്നെ വൃന്ദാക്കാരാട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലേ എന്നുള്ളത് കാര്യം. അതെ, അത് വൃന്ദാക്കാരാട്ടിൻ്റെ പ്രസംഗത്തിന് മാത്രം പറ്റുന്നൊരു സവിശേഷം പ്രത്യേകതയാണത്. വൃന്ദാക്കാരാട്ടെ ആ സ്വാതന്ത്ര്യം ഈ പരിഭാഷകന് നൽകുന്നുള്ളൂ, മറ്റാർക്കും ആ സ്വാതന്ത്ര്യം നൽകാൻ കഴിയില്ല. അതാണ് വൃന്ദാക്കാരാട്ടിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. കാരണം അവരുടെ നിൽപ്പ്, നടപ്പ്, നോക്ക്, അതുപോലെ വെരി പ്രസൻസ് ഒക്കെ തന്നെ വലിയ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ദേശീയ നേതാവാണ് വൃന്ദാക്കാരാട്ട്, കോമ്രേഡ് വൃന്ദാക്കാരാട്ട്. അവർ ഈ പ്രസംഗത്തിനിടയിൽ തന്നെ നമ്മളോട് സംസാരിക്കും, തർജിമ നടത്തുമ്പോൾ തന്നെ ഇടപെടും. അതിൻ്റെ മലയാളം ഭാഷ എന്നാണ്. അതിനകത്ത് ഒരു ഉദാഹരണത്തിൻ്റെ ഉദാഹരണമുണ്ട്. ആ ജന്തർ മന്ദിറിലെ സമരത്തിനിടയിൽ സംബഡി ഈസ് മിസ്സിങ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇതിനിടയിൽ ആരെയോ കാണാതെ പോയി. വാട്ട് ഈസ് എ മീനിങ് ഇൻ മലയാളം, വാട്ട് ഈസ് എ മീനിങ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണാതെ പോകുന്നു. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം പറയുകയാണ്, അടുത്ത പ്രസംഗത്തിൽ തുറന്ന് പ്രസംഗിക്കുന്നു, UDF ഈസ് മിസ്സിങ്, UDF കാണാതെ പോകുന്നവരാണ് എന്നാണ് പറയുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. കാരണം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറംതിരിഞ്ഞു നിന്ന ചരിത്രം മാത്രമുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളത്. അത് കൃത്യമായി വിവരിക്കുമ്പോൾ അതിന് തർജ്ജിമ വേണ്ടി വരുന്നില്ല. കാരണം ഒരു ലീഡർഷിപ്പാണ് ഇരിക്കുന്നത്. 3000-ഓളം വരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ലീഡർഷിപ്പ് കൊല്ലത്ത് വന്നിരിക്കുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിനകത്ത് എന്തിനാ ട്രാൻസ്ലേഷൻ അത് ആവശ്യമില്ല. അപ്പോഴാണ് അവർ ഇത് പറയുന്നത്, ടുഡേ ഐ ലേൺഡ് ദാറ്റ് ദ ഡോട്ടർ ഓഫ് ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹാസ് ഗോൺ ആൻഡ് ജോയിൻ ഇൻ BJP എന്ന് പറയുമ്പോൾ നോക്കിയിട്ട് എനിക്ക് അപ്പോഴും തോന്നിയൊരു കാരണം, ഞാൻ ഇടത് കൈയിൽ വളരെ പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി ഏതാൽ വിഷമവുമുണ്ട്, ഞാൻ പത്മജയും പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ഒറ്റ വാക്കിൽ ചോദിക്കുമ്പോൾ അവർ അത്ഭുതത്തോട് തന്നെ നോക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, ദേ നോ എവരിതിങ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓ യു നോ നീഡ് ഓഫ് എനി ട്രാൻസ്ലേഷൻ. അതുകൂടെ പൂർത്തിയാകുമ്പോഴേക്കും ആ ഒരു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ്, രാഷ്ട്രീയ ചിത്രമാണ് നൽകുന്നത്. ആ ഒരു വാക്ക്, ദേ പത്മജ പോയി എന്നുള്ള വാക്ക് വലിയ തോതിൽ വൈറലാകുന്നു. ആരെങ്കിലും വിളിക്കുകയോ അപ്രിസിയേഷൻ കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭൂലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളടക്കം, ഈ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് ആരൊക്കെ ഉണ്ടോ സുഹൃത്തുക്കളും ബന്ധുക്കളും അവരെല്ലാം വിളിച്ച് ഇത് പരസ്പരം എന്നെ വിളിക്കുന്നതിനേക്കാൾ കൂടി പരസ്പരം സുഹൃത്തുക്കൾ കൺവേ ചെയ്യുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വേദനയോടുകൂടി ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തകരുന്നൊരു കാഴ്ച കാണുകയാണ്. കാരണം ഈ ഇന്ത്യക്ക് നേതൃത്വം നൽകിയത് നെഹ്റുവിൻ്റെ കോൺഗ്രസ്സാണ്, ഗാന്ധിയുടെ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പലതിനും, അതിനകത്ത് വൃന്ദാക്കാരാട്ട് പറയുന്നൊരു ഭാഷയുണ്ട് അതിനകത്ത്, ദേ ഹാവ് ലോസ്റ്റ് ഐഡിയോളജിക്കൽ ആങ്കർ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. പ്രത്യയശാസ്ത്രപരമായ സ്ഥൈര്യം. അതും ചോദിച്ചു എന്നോട്, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. ഞാൻ പറയും പ്രത്യയശാസ്ത്രപരമായ സ്ഥൈര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ധൈര്യമാണോ? അല്ല, ഞാൻ പറഞ്ഞത് സ്ഥൈര്യം. അതാണ് മാതൃഭൂമിയുടെ ഹെഡിങ് ആയിട്ട് വന്നത്, പ്രത്യയശാസ്ത്രപരമായ സ്ഥൈര്യം എന്ന് പറഞ്ഞുകൊണ്ട്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ നാം കാണേണ്ടതെന്ന് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെടുകയാണ് കോൺഗ്രസ്സിൽ. കോൺഗ്രസ്സിലത്ത് കുത്തൊഴുക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക്. സാധാരണ പ്രാസംഗികനാണ് എന്തെങ്കിലും ഒരു ക്യാച്ച് വേർഡ് കൊടുക്കുക. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ പരിഭാഷകൻ നൽകുന്ന ഒരു ക്യാച്ച് വേർഡ് പത്മജയും പോയി. അല്ല, അങ്ങനെ കാണുമായിരിക്കും, അത് നമുക്കറിയില്ല. ഇത് വൈറലായതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ ഇല്ല, കാരണം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ട്രാൻസ്ലേറ്റർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഞാൻ പോകുമ്പോൾ ഒരു പ്രീ ഡിഗ്രി തലത്തിലാണ് ഞാൻ പോകുമ്പോൾ ജനതാദളിൻ്റെ ഗവൺമെൻറ് വരിക. പ്രീ ഡിഗ്രിയാണ് ഞാൻ 8-9 പഠിക്കുമ്പോൾ. അപ്പോൾ ദേശീയ നേതാക്കന്മാർ, ജനതാ പാർട്ടിയുടെ അടക്കം ദേശീയ നേതാക്കന്മാർ വരുമ്പോൾ അരങ്ങൽ സീതൻ്റെ ട്രാൻസ്ലേഷൻ ഒരുപാടടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. രാമകൃഷ്ണ വരുമ്പോൾ, ചന്ദ്രശേഖർ വരുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ആ ഇംഗ്ലീഷ് പ്രസംഗം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മലയാളം നമ്മളുടെ ഉള്ളിലേക്ക് വരും. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ തർജ്ജിമ, ഭാഷയുടെ പ്രയോഗം. അത് വെറുതെ കേവലം ഭാഷ ഇംഗ്ലീഷോ മലയാളം അറിയാവുന്നതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളൊരു പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ്. വൃന്ദാക്കാരാട്ടിൻ്റെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഷീസ് എ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ. ആ പൊളിറ്റിക്സ് എനിക്ക് കൺവേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പരിഭാഷ വളരെ സാഹിത്യപരമായിട്ട് മലയാളികൾക്ക്
പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ താങ്കളുടെ പരിഭാഷ വളരെ സിമ്പിൾ എന്നാൽ പോലും പവർഫുൾ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുകയും പരിഭാഷയിൽ കയ്യടി വാങ്ങുകയും ചെയ്ത് ആ ഒരു നിമിഷം. മുമ്പ് പരിഭാഷകൾ നടത്തിയിട്ടുണ്ടോ? എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതുപോലെ വൈറലായ വല്ല ഏതെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, ഇതുപോലെ രസകരമായിട്ട് ബൃന്ദാക്കാരാട്ടിന് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൃന്ദാക്കാരാട്ടിനൊപ്പം 3 മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടും കൊടുത്തും ഒരു വലിയ ഒരു 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 എന്താ പറയുക ഒരു ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. അത് അവർക്ക് മാത്രം കഴിയുന്നതാണ്. ഒരു കഴിഞ്ഞ മീറ്റിങ്ങിനാണ് വന്നത്, ഇത് സെൻട്രൽ ഗവൺമെൻറ് ജുമില ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജുമില എന്ന് വാക്ക് കേട്ടിട്ടില്ല, ഹിന്ദിയാണെന്നറിയാം. ഞാൻ തിരിച്ചപ്പോഴേ മൈക്കിൽ ഉടനെ ചോദിക്കുകയാണ്, ബൃന്ദാക്കാരാട്ട് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു ജുമില ക്യാഹി എന്ന് ചോദിച്ചു. അപ്പോൾ ജുമില മീൻസ് തട്ടിപ്പു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിന് മറുപടി പിന്നെ വീണ്ടും പറയുന്നു ഈ സെൻട്രൽ ഗവൺമെൻറ് ഈസ് എ തട്ടിപ്പു ഗവൺമെൻറ്. അതിനെന്താണ് ട്രാൻസ്ലേഷൻ? മനസ്സിലായില്ലേ? അങ്ങനെ വളരെ നന്നായിട്ട് നമ്മൾ 3 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെ അടൂർ മീറ്റിംഗ് കൂടി വന്ന് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാണ് മറ്റൊരു ഡിസ്ട്രിക്റ്റാണ്, ദ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഹാസ് ഡിപ്യൂട്ടഡ് മീ ടു ട്രാൻസ്ലേറ്റ് യുവർ അത് മറ്റൊരു ജില്ലയാണെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ അവരെന്നെ വിളിച്ചത് വലിയ സന്തോഷത്തോടെയാണ് ഞാനിപ്പോഴും മനസ്സിൽ കരുതുന്നത്. നേതാക്കളാരെങ്കിലും ഈ വീഡിയോ കണ്ട് വിളിച്ചു? നേതാക്കന്മാരെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നേതാക്കന്മാരോടൊന്നും വലിയ സൗഹൃദമൊന്നുമുള്ള ഒരു നേതാവല്ല ഞാൻ, ഒരു സാധാരണ പ്രവർത്തകൻ. അല്ല, എങ്കിൽ പോലും വലിയൊരു വൈറലായ ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റാണ് താങ്കൾ വലിയ ഒറ്റ ക്യാച്ച് വേർഡിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആരും നേരിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കുന്നു, അവരവരുടെ വലിയ രാഷ്ട്രീയ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പിന്നെ വിളിക്കണോ വേണ്ടോ എന്നുള്ളത് ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ ഈ ഒരു വൈറൽ കണ്ടൻറ്റ് പോകുന്നു എന്നാണ് കേട്ടത്. തീർച്ചയായും അതൊരു അപകടത്തിൻ്റെ ഇത് കൂടിയുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയക്കാർ ഉത്തരേന്ത്യയിൽ ഈ ഒരു നമ്മുടെ ഈ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് തകരുന്നെന്നും അത് ബൃന്ദാക്കാരാട്ട് പറയുന്നുവെന്നും അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഈ കോൺഗ്രസിൻ്റെ തകർച്ചയെ അവർ BJPയുടെ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള അപകടവും കൂടി ഇതിനകത്തുണ്ട്. ഇത് വലിയ തോതിൽ ചർച്ചയായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. എന്തായാലും വലിയ തോതിൽ ചർച്ചയായ വൈറലായ ട്രാൻസ്ലേറ്റിംഗിൻ്റെ ഉടമയാണ് KP സജിനാഥ് നമ്മോടൊപ്പം ഉണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷ്ണ, റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.